നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസിലേക്ക് എത്തിയാൽ കൃത്യമായി എന്തൊക്കെ പ്ലാൻ ചെയ്യണം എന്ന് ആലോചിക്കാനുള്ള സമയമാണ് മമതാ ബാനർജി ഹൈക്കമാൻഡിനോട് ചോദിച്ചിരിക്കുന്നത്. അതായത് തൃണമൂൽ കോൺഗ്രസ് ഇനി ബംഗാളിൽ നിലനിൽക്കില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞെങ്കിലും കൃത്യമായിട്ടുള്ള കോൺഗ്രസിൻ്റെയും അതേപോലെ സെക്യുലർ വോട്ടുകളുടെയും കാര്യത്തിൽ അന്തിമമായി ഒരു തീരുമാനം എടുത്തേ മതിയാവുകയുള്ളൂ. അതായത് വർഗീയ വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാനുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോം അതിന് ബംഗാളിൽ തിരിച്ച് കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിലൂടെ മാത്രമേ നടക്കൂ എന്ന തിരിച്ചറിവ് മമതയുടെ കൂടെ നിൽക്കുന്ന മഹുവയായിരുന്നാലും സയനി ഘോഷ് ആയിരുന്നാലും വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്. അവർ ഒരു സംശയവും കൂടാതെ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ പറഞ്ഞു, മമതാ ബാനർജി പോയാലും ഇല്ലെങ്കിലും ഞങ്ങൾ കോൺഗ്രസിൻ്റെ അംഗത്വം എടുക്കാൻ തയ്യാറാണ്. ഞങ്ങൾ MP സ്ഥാനം രാജിവെച്ച് തെരുവിലിറങ്ങി ജനങ്ങളോടൊപ്പം നിന്ന് ഉപതെരഞ്ഞെടുപ്പിന് നേരിട്ട് ജയിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ആ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നു. മമതാ ബാനർജി പാർട്ടി പിടിക്കുകയോ പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിക്കുകയോ ഒന്നുമല്ല ഇപ്പോഴത്തെ വിഷയം. കൃത്യമായി BJPക്ക് ഒരു മറുപടി അടിക്കടി കൊടുക്കാൻ ഇനി ദേശീയ രാഷ്ട്രീയത്തിനോടൊപ്പം നിന്നാൽ മാത്രമേ മതിയാവുകയുള്ളൂ എന്ന തിരിച്ചറിവ്, അതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവുമായുള്ള ഈ ഒരു സൗഹൃദ സംഭാഷണത്തിലേക്ക് വഴിയൊരുക്കിയത്. 1998 കോൺഗ്രസിനെ പിളർത്ത തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്ത മമതയുടെ നീക്കങ്ങൾ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരെ ഫലം കണ്ടു. പിന്നീട് അങ്ങോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 29 MP നേടിയെടുത്തപ്പോൾ അവർ വിചാരിച്ചത് സമ്പൂർണമായ മുന്നേറ്റം നടത്താൻ കഴിയും, ഇനി ഭയക്കേണ്ട കാര്യമില്ല എന്നാണ്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി അത് പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമാണ്. അതിന് ശേഷമുണ്ടായ പാർട്ടിക്കുള്ളിലെ വിമത നീക്കം, അതിനെ മുതലെടുക്കാൻ BJP ശ്രമിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ പരിപൂർണമായി ഇല്ലായ്മ ചെയ്ത് അതിൻ്റെ ബേസ് വോട്ടുകളെ മുഴുവനായി ഖണ്ഡിക്കാം എന്ന് വിചാരിക്കുന്നിടത്താണ് കോൺഗ്രസ് മറ്റൊരു പ്ലാൻ കൊണ്ടുവരുന്നത്. ന്യൂനപക്ഷ വോട്ടുകളും അവിടുത്തെ സെക്കുലർ വോട്ടുകളുടെ വലിയ രീതിയിലുള്ള തകർച്ചയും അത് എൻബ്ലോക്കായി CPIM-ലേക്കോ ഇനി കമ്മ്യൂണിസ്റ്റ് ഉദയത്തിലേക്കോ പോകാതിരിക്കണമെങ്കിൽ കോൺഗ്രസ് ആ സ്പേസ് ഒക്കുപ്പൈ ചെയ്തേ മതിയാവുകയുള്ളൂ. CPIM-നെ പോലുള്ള പാർട്ടികൾ ഇനി ബംഗാളിൻ്റെ മണ്ണിൽ ഉയരാതിരിക്കണമെങ്കിലും കോൺഗ്രസ് അത്രയും ശക്തമായി പ്രവർത്തിച്ചേ മതിയാകൂ എന്ന തിരിച്ചറിവ് മമതാ ബാനർജിക്ക് പരിപൂർണമായി ഉണ്ട്. മമതയ്ക്ക് അറിയാം, ഇനി തൃണമൂലിനെ വെച്ചുകൊണ്ട് അധിക നാൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. ദിവസം ചെല്ലുന്തോറും ശോചനീയ അവസ്ഥയിലേക്ക് എത്തുന്ന തൃണമൂലിൽ നിന്നും, മുങ്ങിത്താഴുന്ന കപ്പലിൽ നിന്നും എണ്ണി എണ്ണി ഓരോരുത്തരും ദിനങ്ങൾ മണിക്കൂറുകൾ കാത്തുനിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഒരു ചെറുവഞ്ചി എങ്കിലും കിട്ടിയതെങ്കിൽ എന്ന രീതിയിൽ കോൺഗ്രസ് ഇപ്പോൾ ഇട്ടുകൊടുത്തിരിക്കുന്ന ഈ കച്ചിത്തുരുമ്പിൽ പിടിച്ചു കയറാൻ മമതയ്ക്ക് കഴിയട്ടെ എന്നാണ് ദേശീയ നേതൃത്വം പറയുന്നത്.